അവൻ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാ മറ്റന്മാർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇന്ന് 9ാമത്തെ നോമ്പ് തുറ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഒന്നിച്ചുണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടത് നോക്കാം കേട്ടോ. അവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് വേണം, കുക്കമ്പർ വേണം, കാബേജ്, തക്കാളി, അതേപോലെ ഉള്ളി, ക്യാപ്സിക്കം ഇതൊക്കെ വേണ്ട കേട്ടോ. ഇതൊക്കെ വേണം. പിന്നെ നമ്മൾ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മുട്ട വേണം, അതേപോലെ തന്നെ കോളിഫ്ലവർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ അത്. പിന്നെ നമ്മളിത് മയോണൈസ് ആട്ടോ, അത് മുട്ട ചേർക്കാത്ത മയോണൈസാണ് കേട്ടോ. നമ്മൾ ശരിക്കും പാലിങ്ങനെ പിരിഞ്ഞു വരുമല്ലോ, അപ്പോൾ നമ്മൾ അടിച്ചെടുക്കേണ്ടതാട്ടോ. കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അത്. നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് കുക്കമ്പർ, കുറച്ച് കാബേജ്, കുറച്ച് തക്കാളി, അതുപോലെ തന്നെ ഉള്ളി, ക്യാപ്സിക്കം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട ചിക്കിയതും അതേപോലെ തന്നെ കോളിഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൽക്കിട്ട് നമുക്ക് തട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് അത് അത്യാവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കുണ്ടല്ലോ, ഇളക്കി കഴിഞ്ഞിട്ട് അത് എത്ര നല്ല കട്ടിയിലാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ നല്ല ലൂസായ ബ്രെഡിൽ വെക്കുമ്പോൾ അത് നല്ല കുതിർന്ന് പോകും കേട്ടോ. അത് കാരണം നമുക്ക് കുറച്ചെടുത്തിട്ട് അത് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ വാട്ടി തികഞ്ഞില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വയ്ക്കാം കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മയോണൈസ് കഴിച്ചല്ലോ, അത് നമുക്ക് തികഞ്ഞു കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടില്ല. ഇനി നമുക്കിതാ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്തേക്കോടെ ഇന്ന് നമുക്കിത് ബ്രെഡിൽ വെക്കാം കേട്ടോ. നമുക്കിതാ കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ സോസ് ഒന്ന് കുറച്ച് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടാം. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴിക്കാം കേട്ടോ. ഇത് സാൻഡ്വിച്ച്, അതേപോലെ തന്നെ സലാഡ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പയറാണ് കേട്ടോ, ഇത് മുളപ്പിക്കാതെ പയറാണ്. പിന്നെ അതിൻ്റെ ഫില്ലിങ്സിൻ്റെ ബാക്കിയാട്ടത്. സാൻഡ്വിച്ച് ഒരു ഏവറേജ് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. വലിയ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏവറേജ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണാം കേട്ടോ. എന്നാലും ഇനി കഴിച്ച് തീർക്കട്ടെ. പിന്നെ ഒന്ന് കടി ദോശ കേട്ടോ. അത് ദോശയും അതുപോലെ തന്നെ സാമ്പാറും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല അടിപൊളി മുരിഞ്ഞ ദോശയും അതുപോലെ സാമ്പാറും ചട്നിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആണല്ലോ സാമ്പാർ നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് സാമ്പാർ കേട്ടോ. പിന്നെ എന്തായാലും കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ലഭിച്ചത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.